ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ഇഡി ചോദ്യം ചെയ്യും. കൊച്ചി സോണൽ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് ഉടൻ സമൻസ് നൽകും. SIT കേസുകളിൽ ജാമ്യം ലഭിച്ച് മുരാരി ബാബു ഇന്നലെ ജയിൽ മോചിതനായിരുന്നു. കേസിൽ മുരാരി ബാബു അടക്കമുള്ള പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളും ഇഡി ആരംഭിച്ചു. മുരാരി ബാബുവിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ ഇഡി തുടങ്ങിയിട്ടുണ്ട്. മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികൾ എന്നാക്കി റിപ്പോർട്ട് നൽകിയത് മുരാരി ബാബു ആണെന്ന് SIT കണ്ടെത്തിയിരുന്നു. ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും മറ്റു പ്രതികളുടെ പങ്കാളിത്തം സംബന്ധിച്ച അന്വേഷണത്തിനുമാണ് ഇഡി മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നത്. ഒക്ടോബർ 22-ന് SIT അറസ്റ്റ് ചെയ്ത മുരാരി ബാബുവിന് കുറ്റപത്രം നൽകാത്തതിനാൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ മുഖ്യപ്രതികളുടെ 6 കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകിട്ടും. കേസിലെ മുഖ്യപ്രതി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1.3 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇഡി മരവിപ്പിച്ചിരുന്നു. തുടർന്ന് നേരിട്ട് സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് ഇഡി കടക്കും. ജനം, കൊച്ചി.